വമ്പിച്ച പണക്കൊഴുപ്പും മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തിയുള്ള കള്ളപ്രചരണവും നടത്തി BJP കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ വാർഡുകളിൽ മത്സരിച്ചിരുന്നു. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അവർക്ക് 15.56% വോട്ട് ലഭിച്ചിരുന്നു. അതിനേക്കാൾ കൂടുതൽ സീറ്റിൽ മത്സരിച്ച ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ 16.06% വോട്ടാണ് ലഭിച്ചത്. നേരിയ വർധനവ്. എന്നാൽ ഞങ്ങൾ 25% വോട്ടും 25% സീറ്റും കരസ്ഥമാക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അമിത്ഷാ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും ജനങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് തൃശ്ശൂരിൽ അവരുടെ പ്രവർത്തക സമ്മേളനത്തിൽ അവകാശവാദം ഉന്നയിച്ചത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 19.40% വോട്ട് BJPക്ക് ലഭിക്കാൻ സാധിച്ചിരുന്നു. യഥാർത്ഥത്തിൽ ആ വോട്ട് ഇപ്പോഴും കുറഞ്ഞ് 16.06% കുറഞ്ഞു നിൽക്കുന്ന നിലയാണ് ഉണ്ടായത്. മാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യം ജയിച്ച മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തിലും മിക്കവാറും അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പാലക്കാടാണ് അവർ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം. പാലക്കാട് കേവല ഭൂരിപക്ഷം അവർക്ക് ലഭിച്ചില്ല. യഥാർത്ഥത്തിൽ BJPയെ പ്രതിരോധിക്കുന്നതിൽ നേതൃത്വപരമായ പങ്കുവഹിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ BJP കഴിഞ്ഞ പ്രാവശ്യം വിജയിച്ച പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പിടിച്ചെടുത്തത് LDF ആണ്. പന്തളം നഗരസഭ BJPയിൽ നിന്നും LDF പിടിച്ചു. കോട്ടയം ജില്ലയിലെ മുത്തോലി പഞ്ചായത്ത്, കൊല്ലം ജില്ലയിലെ കല്ലുവാതുക്കൽ, പത്തനംതിട്ടയിലെ കുളനട, ചെറുകോൽ തുടങ്ങിയ പഞ്ചായത്തുകളും BJPയിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിടിച്ചെടുത്ത പഞ്ചായത്തുകളാണ്. BJP ഏറ്റവും ശ്രദ്ധേയമായി BJPയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേരിട്ട് മത്സരിക്കുകയും നേരിയ മുൻതൂക്കത്തിന് ഭരിക്കുകയും ചെയ്യുന്നതാണ് കൊടുങ്ങല്ലൂർ. ഞങ്ങളെ സംബന്ധിച്ച് ആ മുനിസിപ്പാലിറ്റി വലിയ ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജയിക്കാൻ കഴിഞ്ഞു. BJP നല്ലപോലെ പിന്നോക്കം പോയി. നേരത്തെ തൃശൂർ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJPക്ക് വോട്ട് നൽകി വിജയിപ്പിച്ച രീതി, അതായിരുന്നു സുരേഷ് ഗോപിയുടെ വിജയത്തിൽ അടിസ്ഥാനമാക്കിയിരുന്ന കാര്യം. ആ നില പാടെ മാറി. തൃശ്ശൂരിന്റെ വോട്ടിംഗ് ശതമാനം നിലവിൽ പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. 10,000-കണക്കിന് വോട്ട് കോൺഗ്രസിൽ നിന്ന് നേടിക്കൊണ്ടാണ് അന്ന് യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി മത്സരിച്ച് MP ആയത്. തൃശൂർ ജില്ലയിലെ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ ശീലം വെച്ച് ജയിച്ച മുഴുവൻ UDF കോൺഗ്രസ് അംഗങ്ങളും BJPയിലേക്ക് ചേക്കേറുന്ന കാഴ്ച കേരളം കണ്ടത് നിമിഷ നേരം കൊണ്ട് മുഴുവൻ കോൺഗ്രസ് വാർഡ് അംഗങ്ങൾക്കും BJPയായി മാറാൻ യാതൊരു പ്രയാസവുമില്ല എന്നാണ് അവിടെയുള്ള അവരുടെ കൂറുമാറ്റം. എല്ലാ കോൺഗ്രസും മാറി BJPയിലേക്ക് ചേക്കേറുന്ന അവസ്ഥയിൽ നമ്മൾ കാണുന്നത്. 24 അംഗ ഗ്രാമപഞ്ചായത്തിലെ LDFന് 10 സീറ്റ് ഉണ്ടായിരുന്നു, UDFന് 8, കോൺഗ്രസ് 8, BJP 4, 2 സ്വതന്ത്രന്മാരുമാണ് ഉണ്ടായിരുന്നത്. സ്വതന്ത്രന്മാരിൽ ഒരാൾ LDFനെ പിന്തുണക്കുന്നതിന് വേണ്ടി തയ്യാറായി. വോട്ടെടുപ്പ് ഘട്ടത്തിൽ ഏറ്റവും വലിയ കക്ഷി എന്ന നിലയിൽ LDFന് ലഭിക്കാനിടയുള്ള ഭരണം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ്
കോൺഗ്രസ് അംഗങ്ങളെല്ലാം കാലുമാറി BJPയോടൊപ്പം ചേർന്നത്. അവിടെ കോൺഗ്രസിന്റെ ജില്ലാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ജില്ലാ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ അവിടെയെല്ലാം പൂർണ്ണ പിന്തുണയോടുകൂടിയാണ് ഈ കൂറുമാറ്റം നടത്തിയത് എന്നിപ്പോഴും വ്യക്തമാവുന്നുണ്ട്. അവരു മാത്രമല്ല, VD സതീശൻ ഉൾപ്പെടെയുള്ളവരെല്ലാം ഈ കൂറുമാറ്റത്തെ ന്യായീകരിക്കുന്ന അവസ്ഥയാണ് വന്നു ചേർന്നിട്ടുള്ളത്. ഏത് നിമിഷവും ഏത് കോൺഗ്രസുകാരനും BJPയിലേക്ക് ചേക്കാറാം എന്നതിന് അതൊരു വരമ്പുകളില്ല. നേരിയ ഒരു നൂൽ തടസ്സം പോലുമില്ല എന്നതാണ് കേരളത്തിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രം. അഖിലേന്ത്യാ തലത്തിൽ മുമ്പ് അരുണാചലിലും പുതുശ്ശേരിയിലും ഗോവയിലുമെല്ലാം അതിനു മുമ്പ് ത്രിപുരയിലും ഒക്കെ നമ്മൾ കണ്ട ഒരു കാഴ്ച, കോൺഗ്രസിലെ പ്രമുഖ വിഭാഗങ്ങളാകെ BJPയിൽ ലയിച്ച് ഭരണം കരസ്ഥമാക്കിയ ആ രീതി പുതിയ കേരള മോഡലായി ഇവിടെ അരങ്ങേറുന്നു എന്നുള്ളതാണ് ഗൗരവമുള്ള ഒരു കാര്യമായി നാം തിരിച്ചറിയേണ്ടത്. ഒരു ഘട്ടത്തിൽ കേരളത്തിലെ BJPയുടെ നേതാവ് 2021 സുരേന്ദ്രൻ പറഞ്ഞത്, ഞങ്ങൾക്ക് 40 സീറ്റ് നേടാനായാൽ കേരളം ഞങ്ങൾ ഭരിക്കും എന്നാണ്. അന്ന് പൊതുവെ എല്ലാവരും പരിഹസിക്കുകയാണ് ചെയ്തത്. 5 ആയാലും കുഴപ്പമില്ല, 5 വ്യത്യാസമല്ലേ. അതായത് 35 സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ കേരളം ഭരിക്കും. അതാണ് അതിന്റെ സ്പിരിറ്റ്. അത് കണ്ടാൽ മതി. 35 സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ കേരളം ഭരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ 2021 എല്ലാവരും പരിഹസിക്കുകയാണ് ചെയ്തത്.